ഐഡിയസ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ക്യുസാറ്റിൻ്റെ ഇൻറ്റഗ്രേറ്റഡ് കോഴ്സുകളുടെ 5 ഇയർ ഇൻറ്റഗ്രേറ്റഡ് കോഴ്സുകളുടെ സെക്കൻഡ് സ്പോട്ട് അഡ്മിഷൻ ഇൻസ്ട്രക്ഷനാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അതായത് MSc ഫോട്ടോണിക്സ്, MSc കമ്പ്യൂട്ടർ സയൻസ്, AI&DS, മാത്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്കൽ സയൻസിൻ്റെ. അപ്പോൾ ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ എന്ന് പറയുന്നത് 12/7/2024 10 മണി മുതൽ 11 മണി വരെയുള്ള ടൈമിൽ രജിസ്ട്രേഷനാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ നിങ്ങൾ അവിടെ എത്താനായിട്ട് ശ്രദ്ധിക്കാം. ഇനി ഇൻറ്റഗ്രേറ്റഡ് MSc ഫോട്ടോണിക്സിൽ ജനറൽ കാറ്റഗറിയിൽ 500, നമ്മളിപ്പോൾ കഴിഞ്ഞ സ്പോട്ടിൽ 500 വരെയുള്ള കുട്ടികളല്ലേ വിളിച്ചത്. അപ്പോൾ ഈ ഒരു ടൈമിൽ 501 മുതൽ 750 വരെയുള്ള കുട്ടികളെയും, SC STയിൽ 501 മുതൽ 3000 വരെയുള്ള കുട്ടികളെയും, അതർ റിസർവേഷനിൽ 501 മുതൽ 1000 വരെയുള്ള കുട്ടികളെയാണ്, റാങ്ക് വരെയാണ് കേട്ടോ പറയുന്നത്, വിളിച്ചേക്കുന്നത്. ഓക്കെ. പിന്നെ ഇൻറ്റഗ്രേറ്റഡ് MSc ഇതിലിപ്പോൾ ഓരോ റിസർവേഷൻ കാറ്റഗറി എത്രയെന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല, എത്ര സീറ്റ് വേക്കൻസി ഉണ്ട് എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ 1000 റാങ്ക് വരെ അല്ലെങ്കിൽ 3000 റാങ്ക് വരെ 750 റാങ്ക് വരെ ചെല്ലാനാണ് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ഇതിൻ്റെ ഏറ്റവും താഴെ ഫോൺ നമ്പർ ഉണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം. ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നമ്പറിൽ വിളിച്ച് ചോദിച്ച് നോക്കാം കേട്ടോ. ഇനി ഇൻറ്റഗ്രേറ്റഡ് MSc കമ്പ്യൂട്ടർ സയൻസ്, DS ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ജനറൽ കാറ്റഗറിയിൽ 501 മുതൽ 800 വരെയുള്ള കുട്ടികളെയും, SC STയിൽ 501 മുതൽ 1500 വരെയുള്ള കുട്ടികളെയും, മറ്റ് റിസർവേഷനിൽ 501 മുതൽ 1000 വരെയുള്ള കുട്ടികളെയാണ്. ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ 501 മുമ്പ് റാങ്ക് വന്ന കുട്ടിയാണ്, ഫസ്റ്റ് സ്പോട്ട് അറിഞ്ഞില്ല എങ്കിൽ നിങ്ങൾക്ക് കോൾ ചെയ്ത് ചോദിക്കാം. നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് സാധാരണ കുഴപ്പമുണ്ടാവാറില്ല. അപ്പോൾ നിങ്ങൾക്കത് ചെയ്യാനായിട്ട് ചിലപ്പോൾ സാധിക്കും കേട്ടോ. അത് നിങ്ങൾ ഇതിൽ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി ഇൻറ്റഗ്രേറ്റഡ് MSc മാത്തമാറ്റിക്സ് ജനറൽ കാറ്റഗറിയിൽ 1500 വരെയും, SC STയിൽ റാങ്ക് ലിസ്റ്റിലുള്ള എല്ലാ കുട്ടികളെയും, മറ്റ് റിസർവേഷനിൽ 501 മുതൽ 1500 വരെയുള്ള റാങ്കുകാരെയാണ് വിളിച്ചേക്കുന്നത്. ഇൻറ്റഗ്രേറ്റഡ് MSc സ്റ്റാറ്റിസ്റ്റിക്സിൽ ജനറൽ കാറ്റഗറിയിൽ 501 മുതൽ 550 വരെയും, SC STയിൽ 1200 വരെയും, അതർ റിസർവേഷനിൽ 800 വരെയുള്ള കുട്ടികളെയാണ് വിളിച്ചേക്കുന്നത്. ഫിസിക്സ് ആണെങ്കിൽ ജനറൽ കാറ്റഗറിയിൽ 1000 വരെയും, SC STക്ക് എല്ലാ കുട്ടികളെയും വിളിച്ചിട്ടുണ്ട്. PHCയിൽ ഈ പറയുന്ന പോലെ റാങ്ക് ലിസ്റ്റിലുള്ള എല്ലാ കുട്ടികളെയും വിളിച്ചിട്ടുണ്ട്. മറ്റ് റിസർവേഷനിൽ 1000 റാങ്ക് വരെയാണ് വിളിച്ചേക്കുന്നത്. ഇൻറ്റഗ്രേറ്റഡ് കെമിസ്ട്രിയിൽ ജനറൽ കാറ്റഗറിയിൽ 1500 വരെയും, SC STയിൽ 2500 വരെയും, മറ്റ് റിസർവേഷനിൽ 1500 വരെയുള്ള കുട്ടികളെ വിളിച്ചിട്ടുണ്ട്. ഇൻറ്റഗ്രേറ്റഡ് MSc ബയോളജിക്കൽ സയൻസിൽ ജനറൽ കാറ്റഗറിയിൽ 500 വരെയും, SC ST 1200 വരെയും, മറ്റ് റിസർവേഷനിൽ 1000 വരെയുമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ചൊരു ഇൻഡിവിജ്വൽ ലെറ്റർ അയക്കണം എന്ന് നിർബന്ധമില്ല. പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് മെയിലോ പ്രൊഫൈൽ എന്തെങ്കിലും ഇത് വന്ന് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ ഈ ഒരു കാര്യം നിങ്ങൾ അറിയിപ്പായിട്ട് എടുത്തിട്ടാണ് നിങ്ങൾ സ്പോട്ട് അഡ്മിഷന് 11 മണിക്ക് മുമ്പായിട്ട് തന്നെ വെന്യൂവിൽ എത്തിച്ചേരാം കേട്ടോ. വെന്യൂ എന്ന് പറയുന്നത് ഫിസിക്സ് ഓഡിറ്റോറിയം, കൊച്ചിൻ യൂണിവേഴ്സിറ്റി സയൻസ് ആൻഡ് ടെക്നോളജി, സൗത്ത് കളമശ്ശേരിയാണ് കേട്ടോ. ഗൂഗിൾ അടിച്ച് നോക്കിയിട്ട് ആ ഒരു കറക്റ്റ് സ്ഥലത്ത്, മാപ്പിൽ അടിച്ച് നോക്കിയിട്ട് ലൊക്കേഷൻ കറക്റ്റ് സ്ഥലത്ത് തന്നെ എത്താം കേട്ടോ. പിന്നെ പ്രോസ്പെക്ടസ് ഒന്ന് വായിച്ച് നോക്കാൻ പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഓരോ കോഴ്സിനും ഇത്ര % ഓഫ് മാർക്ക്, അങ്ങനെ ഒരു എലിജിബിലിറ്റി ഉണ്ടല്ലോ, അത് നിങ്ങൾക്കുണ്ടോ എന്നുള്ളത് അറിയാനായിരിക്കും. അപ്പോൾ അതൊന്ന് വായിച്ച് നോക്കാം. പിന്നെ നമുക്കറിയാം ഇത് സ്പോട്ട് അഡ്മിഷനാണ്, നമ്മുടെ കാറ്റ് റാങ്കിൻ്റെ ബേസിൽ തന്നെയാണ് അഡ്മിഷൻ കിട്ടുള്ളൂ. പക്ഷേ ഒരു കാര്യം കൂടി അതിൻ്റെ കൂടെ പറയട്ടെ, സ്പോട്ട് അഡ്മിഷൻ ആയതുകൊണ്ട് ഫീസും സർട്ടിഫിക്കറ്റും എല്ലാം തന്നെ നിങ്ങൾ ആ ഒരു ടൈമിൽ ഹാജരാക്കേണ്ടതായിട്ട് വരും. സോ സർട്ടിഫിക്കറ്റുകൾ, എല്ലാ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും 2 ഫോട്ടോ കോപ്പീസും 2 ഫോട്ടോസും എല്ലാം കരുതാം കേട്ടോ. പിന്നെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റൊക്കെ ആവശ്യമുള്ളവർ മതി. കേരളത്തിന് പുറത്ത് പഠിച്ച കുട്ടികളാണെങ്കിലാണ് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ ഒക്കെ ആവശ്യമുള്ളൂ. പിന്നെ ഏത് റിസർവേഷനാണോ നിങ്ങൾ ക്ലെയിം ചെയ്യുന്നത് ആ റിസർവേഷൻ്റെ സർട്ടിഫിക്കറ്റ്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്തപ്പോൾ ഇനി ഏതെങ്കിലും റിസർവേഷൻ ക്ലെയിം ചെയ്തിട്ടില്ലായിരുന്നില്ല, ഇപ്പോൾ നിങ്ങൾക്ക് ആ റിസർവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ക്ലെയിം ചെയ്യാവുന്നതാണ് സാധാരണ സ്പോട്ടിൽ. അതും ഈ നമ്പറിലൊന്ന് വിളിച്ച് കൺഫേം ചെയ്തിട്ട് പോകാം കേട്ടോ. സാധാരണ ചിലപ്പോൾ ഇപ്പോൾ രണ്ടാമത്തെ സ്പോട്ട് ആയതുകൊണ്ട് പരിഗണിക്കും, ഫസ്റ്റ് സ്പോട്ടിൽ അങ്ങനെ ചിലപ്പോൾ പരിഗണിച്ചില്ലെങ്കിലും സെക്കൻഡ് സ്പോട്ടിൽ പരിഗണിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് കൺഫേം ചെയ്തിട്ട് അവിടെ വരെ പോവുക, അല്ലെങ്കിൽ പിന്നെ നമ്മൾ പോകേണ്ട വെറുതെ ആയി പോകുമല്ലോ. അതായത് അപ്ലൈ ചെയ്തപ്പോൾ നിങ്ങൾ ഏതെങ്കിലും റിസർവേഷൻ ഉണ്ടായത് കൊടുത്തില്ല, ആ ഒരു ഇതിൽ വന്നില്ല, പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ട്, അങ്ങനെയുള്ളവർ ഈ പറയുന്ന പോലെ വിളിച്ച് ചോദിച്ചിട്ട് അങ്ങനെ വരുന്നതിന് കുഴപ്പമുണ്ടോ, അവരെ കൺസിഡർ ചെയ്യുമോ എന്നുള്ളത് ചോദിച്ചിട്ട് ചെല്ലാട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ചെയ്യുക. താങ്ക് യു.